തൂങ്ങി മരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം തൂങ്ങിയതല്ല, കാണുമ്പോൾ ബോഡി കാണുമ്പോൾ എല്ലാവർക്കും അറിയാൻ കഴിയും. പാപ്പ ഞാൻ വീട്ടിൽ വരുവാന്ന് പറഞ്ഞു. പാപ്പ പറഞ്ഞു നീ വന്നേ മോളെ, അത് ഞാൻ വിളിക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. വേണ്ട, ഞാനങ്ങ് വന്നേക്കാന്ന് പറഞ്ഞു. ഭർത്താവിന്റെ വീട്ടുകാരുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുരൂഹതയാരോപിച്ച പെൺകുട്ടിയുടെ കുടുംബം രംഗത്ത്. പത്തനാപുരം പുന്നല തെക്കേക്കര നാടന്നൂർ നൌഫ്യ മനസ്സിലിൽ 23 വയസ്സുള്ള നൌഫ്യയാണ് കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് നൌഫ്യയെ ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കുന്നിക്കോട് ആവണീശ്വരം റഹ്മത്ത് മനസ്സിലിൽ ഷഹീമാണ് നൌഫ്യയുടെ ഭർത്താവ്. ഷഹീമുമൊത്തുള്ള നൌഫ്യയുടെ 2ാം വിവാഹമായിരുന്നു ഇത്. നേരത്തെ മറ്റൊരാളുമായി നൌഫ്യയുടെ വിവാഹം കഴിഞ്ഞിരുന്നു. പിന്നീട് വിവാഹമോചിതയായതിനെ തുടർന്ന് സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ഷഹീമുമായി 1.5 വർഷം മുമ്പാണ് നൌഫ്യയുടെ വിവാഹം കഴിഞ്ഞത്. വിവാഹശേഷം ഷഹീമിന്റെ മാതാപിതാക്കളും നൌഫ്യയും തമ്മിൽ നിരന്തരം പ്രശ്നങ്ങളായിരുന്നു. ഇത് സംബന്ധിച്ച് കുന്നിക്കോട് പോലീസിൽ പരാതി നിലനിൽക്കുന്നുമുണ്ട്. കുടുംബ വഴക്കിനെ തുടർന്ന് ഷഹീബും നൌഫ്യയും മറ്റൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസവും നൌഫ്യ കുന്നിക്കോട് പോലീസിലെത്തി പരാതി നൽകിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം നൌഫ്യ വീട്ടിലെത്തി. വൈകിട്ട് ഷഹീം വീട്ടിലെത്തിയപ്പോഴാണ് നൌഫ്യയെ വീടിനുള്ളിൽ തൂങ്ങി നിൽക്കുന്നതായി കണ്ടതെന്ന് പറയപ്പെടുന്നു. എന്നാൽ നൌഫ്യയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് നൌഫ്യയുടെ പിതാവിന്റെ സഹോദരൻ വിസ്മയ ന്യൂസിനോട് പറഞ്ഞു. ഇത് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളാണ്. കുട്ടി 1.5 വർഷമായി കുന്നിക്കോട് ആവണീശ്വരത്ത് വിവാഹം കഴിച്ചിട്ട് കുന്നിക്കോട് ആവണീശ്വരത്താണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരാണെന്നുണ്ടെങ്കിൽ നിരന്തരം ഭാര്യയും ഭർത്താവും അമ്മായിമ്മയും ഒക്കെ ആയിട്ട് ഭയങ്കര നിരന്തരം വഴക്കാണ്. എന്നും പ്രശ്നവും കേസും പ്രശ്നങ്ങളൊക്കെ, ഡെയിലി പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുട്ടി ഞങ്ങൾ കല്യാണം കഴിച്ച് കൊടുത്തിട്ട് തന്നെ ഇപ്പോൾ 1.5 വർഷത്തോളമായി. ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ ഇന്നലെ ഇവർ കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിൽ ഈ ഭർത്താവിൻ്റെ ഉമ്മയും മർദ്ദിച്ചു എന്ന് പറഞ്ഞ് കുട്ടി കേസ് കൊടുക്കുകയും CI വിളിച്ച് അത് ഒത്തുതീർപ്പാക്കി വിടുകയും ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ടാണ് കുട്ടി ഇന്നലെ വൈകുന്നേരം ഉച്ച കഴിഞ്ഞോളം ജ്യേഷ്ഠനെ വിളിച്ചിട്ട് പാപ്പ ഞാൻ വീട്ടിൽ വരുവാന്ന് പറഞ്ഞു. പാപ്പ പറഞ്ഞു നീ വന്നേ മോളെ, അത് ഞാൻ വിളിക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. വേണ്ട, ഞാനങ്ങ് വന്നേക്കാന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ തൂങ്ങി മരിച്ച നിലയിലാണ്. തൂങ്ങി മരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം തൂങ്ങിയതല്ല, കാണുമ്പോൾ ബോഡി കാണുമ്പോൾ എല്ലാവർക്കും അറിയാൻ കഴിയും. അതായത് ഒരു വ്യക്തി സാധാരണ നമ്മളിങ്ങനെ നിൽക്കുന്ന ഇതേ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. അടുത്ത് ഒരു സ്റ്റൂളോ കട്ടിലോ ഒന്നും തന്നെ ഇല്ല. ഒരു 6 അടിയോളം ഹൈറ്റിലുള്ള ഉത്തരവാണ്. കുട്ടിക്ക് ഞാൻ 5 അടിയോളം ഹൈറ്റ് കൊടുത്തു. കൈയെത്തി ഒരു വ്യക്തി എടുത്ത് കെട്ടി തൂക്കാനുള്ള ഇതാ. കെട്ട് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സ്റ്റഡിയായിട്ട് ഒറ്റ നിൽപ്പാണ് നിൽക്കുന്നത്. കേസിൽ ഒരുപാട് ദുരൂഹതയുണ്ട്. ഇത് മർദ്ദിച്ച് കെട്ടിത്തൂക്കിയതാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവൻ ഭയങ്കര മദ്യപാനിയും ഭയങ്കര മർദ്ദനും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ഭയങ്കര മദ്യപാനിയാണ് അത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ
പത്തനാപുരം തഹസീൽദാർ KS നസിയയുടെ സാന്നിധ്യത്തിലായിരുന്നു പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. പുനലൂരിലെ സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ ANM നഴ്സിംഗ് വിദ്യാർത്ഥിനി കൂടിയായിരുന്നു നൌഫിയ. ന്യൂസ് ഡെസ്കിൽ നിന്നും റിജോ പത്തനാപുരം.